ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്ത് നടന്ന എക്സാംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരുന്ന LDC പരീക്ഷകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. താപനില അളക്കാനാണ് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എല്ലാവരും വായിച്ചു നോക്കാം. ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ ബാഷ്പീകരിക്കാനുള്ള കഴിവ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ഈ ഒരു തെർമോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതാണ്? മെർക്കുറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലബോറട്ടറി തെർമോമീറ്ററിൽ നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെ ലാബിൽ കുറച്ച് വെള്ളം കൊണ്ടുവച്ചു. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ, താപനില നമുക്ക് അളക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ നല്ല ചൂട് വെള്ളമാണ് കൊണ്ടുവച്ചത്. നമ്മൾ ആ തെർമോമീറ്റർ അതിലേക്ക് വയ്ക്കുന്ന സമയത്ത് അതിൽ മെർക്കുറിയുടെ ആ ഒരു നിരപ്പ് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഇവിടം വരെ മെർക്കുറി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് വയ്ക്കുമ്പോൾ ആ മെർക്കുറിയുടെ നിരപ്പ് പതുക്കെ ഇങ്ങനെ ഉയർന്ന് മുകളിലേക്ക് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചൂട് കിട്ടുന്ന സമയത്ത് ഈ ദ്രാവകം എന്ത് ചെയ്തു? ഇതിനകത്തുള്ള മെർക്കുറി എന്ത് ചെയ്തു? വികസിച്ചു, അല്ലേ? ഇത് വികസിച്ചിട്ടാണ് എന്ത് ചെയ്തത്? മുകളിലേക്ക് കയറി വന്നത്. ഇനി നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് തെർമോമീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു താപനില കുറയുകയാണ്, ശരിയല്ലേ? കുറഞ്ഞു വരണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ തെർമോമീറ്ററിനകത്തുള്ള മെർക്കുറി വീണ്ടും എന്ത് ചെയ്യും? ഈ മുകളിൽ നിന്ന് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ വാല്യൂ, അളവ് ഇങ്ങനെ കുറയാൻ തുടങ്ങും, താഴേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ചൂട് കിട്ടിയപ്പോൾ ആ ദ്രാവകം വികസിച്ച് മുകളിലേക്ക് കയറി. തണുപ്പിച്ചപ്പോൾ അത് ചുരുങ്ങി അല്ലെങ്കിൽ സങ്കോചിച്ചിട്ട് അതെന്ത് ചെയ്തു? താഴേക്ക് വന്നു. അപ്പോൾ ദ്രാവകങ്ങളുടെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ടാണ് തെർമോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ്, അതേപോലെ ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉമാണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1ഉം 2ഉം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണമാണ് ഡാഷ്. എന്താണ് പ്രകാശ പ്രകീർണനം? ഇപ്പോൾ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അടങ്ങിയ പ്രകാശത്തിനെ നമ്മൾ സമന്വിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്നാണ് പറയുക, അല്ലേ? സമന്വിത പ്രകാശം എന്നാണ് പറയുന്നത്, കോമ്പോസിറ്റ് ലൈറ്റ്. ഇപ്പൊ നമ്മൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൽ 7 കളേഴ്സ് അടങ്ങിയിട്ടുണ്ടല്ലോ, 7 കളേഴ്സ്. അപ്പൊ ഇതൊരു സമന്വിത പ്രകാശമാണ്. ഈ സൂര്യപ്രകാശം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 7 കളേഴ്സ് ആയിട്ടുള്ള വിബ്ജിയോർ ആയിട്ട് മാറുന്ന ആ ഒരു പ്രതിഭാസം, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രകാശത്തിന്റെ പ്രകീർണനം. ഒരു സമന്വിത പ്രകാശം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അടങ്ങിയ പ്രകാശം അതിന്റെ ഘടകങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. തന്നിരിക്കുന്നതിനകത്ത് പ്രകൃതിയിൽ നിന്നുള്ള ഈ പ്രകാശ പ്രകീർണനത്തിന്റെ ഉദാഹരണം ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും, മഴവില്ലാണ്, അല്ലേ? കാരണം മഴവില്ലുണ്ടാകുമ്പോൾ നമുക്ക് ആകാശത്ത് 7 കളേഴ്സ് കാണാൻ പറ്റുന്നു. സൂര്യനിലുള്ള 7 കളേഴ്സ് വിബ്ജിയോർ നമുക്ക് അങ്ങനെ തന്നെ എവിടെ കാണാൻ പറ്റുന്നു? നമ്മുടെ ആകാശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, മഴവില്ല്. ഇനി ഈ മഴവില്ലുണ്ടാവാൻ പ്രകാശ പ്രകീർണനം മാത്രമാണോ കാരണമാകുന്നത്? മഴവില്ലുണ്ടാവാൻ പ്രകാശ പ്രകീർണനം മാത്രമാണോ കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, അത് അപവർത്തനം കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ TIR-ഉം കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം, ഈ 3 പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മഴവില്ലുണ്ടാകുന്നത്. അത് ഓർമ്മിച്ച് വെക്കുക. ഓപ്ഷനകത്ത് മഴവില്ലുണ്ടാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചിട്ട് ഇത് 3ഉം ഒരുമിച്ച് വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഈ 3 പ്രതിഭാസത്തിന്റെയും സംയുക്ത ഫലമായിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മഴവില്ല് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? സോളാർ സെൽ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? ഇതൊരു സോളാർ സെല്ലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് എനർജി, നമ്മുടെ സൂര്യന്റെ ഊർജ്ജം അല്ലെങ്കിൽ നമ്മുടെ സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം വന്ന് വീഴുന്ന സമയത്ത് ഇതിനകത്ത് എന്തുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു, അല്ലെ? വൈദ്യുതി എന്ത് ചെയ്യുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പൊ സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. എവിടെ? നമ്മുടെ സോളാർ സെല്ല് അല്ലെങ്കിൽ സൗരസെല്ല്. നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു നമ്മുടെ സോളാർ സെല്ലിൽ. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? വൈദ്യുതകാന്തിക വികിരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെ. ഈ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുതകാന്തിക സ്പെക്ട്രം. ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളെ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അടുക്കിന് നമ്മൾ പറയുന്ന പേര് വൈദ്യുതകാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ്. അതിനകത്ത് ഏതൊക്കെ തരംഗങ്ങളാണുള്ളത് അത് പഠിക്കാൻ നമുക്ക് ഇങ്ങനെ പഠിക്കാം. GX UV IMR എന്ന് പഠിക്കാം. GX UV IMR. G എന്ന് പറഞ്ഞാൽ ഗാമ കിരണങ്ങളാണ്. എക്സ്റേസ് ആണ്. U എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. ഈ V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യപ്രകാശമാണ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ V അതിനകത്ത് തന്നെ ആര് ഫുള്ള് വരും? നമ്മുടെ വിബ്ജിയോർ മൊത്തം വരുന്നത് ഈ പറയുന്ന V എന്ന് പറയുന്ന വിസിബിൾ ലൈറ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ വിബ്ജിയോർ കംപ്ലീറ്റ് വരുന്നത്. ദെൻ അടുത്ത I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. M മൈക്രോവേവ്സ് അല്ലെങ്കിൽ മൈക്രോ തരംഗങ്ങളാണ്. R എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു വൈദ്യുതകാന്തിക സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ തരംഗദൈർഘ്യം എന്താണ് ചെയ്യുന്നത്? തരംഗദൈർഘ്യം എന്ത് ചെയ്യുന്നു? തരംഗദൈർഘ്യം കൂടുന്നു. അപ്പോൾ ഇതിൽ ഈ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ തന്നെ ഏറ്റവും തരംഗദൈർഘ്യമുള്ള തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? അത് റേഡിയോ വേവുകളായിരിക്കും, റേഡിയോ തരംഗങ്ങളായിരിക്കും. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടുതലെന്ന് നമുക്ക് ആലോചിക്കാം. ഇൻഫ്രാറെഡ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, ഗാമയുണ്ട്. അപ്പോൾ ഗാമയ്ക്ക് ഏറ്റവും തരംഗദൈർഘ്യം കുറവ് ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റേ കുറച്ചും കൂടി തരംഗദൈർഘ്യം ഉണ്ട്, അൾട്രാ വയലറ്റിന് കുറച്ചും കൂടി ഉണ്ട്, അതിനേക്കാളും ഉണ്ട് വിസിബിളിന്, അതിനേക്കാളും ഉണ്ട് ഇൻഫ്രാറെഡിന്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ഏതാ വരിക? ഇതിൽ നമ്മുടെ ആൻസർ ഇൻഫ്രാറെഡ് ആണ് വരിക. മൈക്രോവേവ് ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതാമായിരുന്നു, റേഡിയോ വേവ് ഉണ്ടെങ്കിൽ അതും എഴുതാമായിരുന്നു. തന്നിരിക്കുന്നതിനകത്ത് ഇൻഫ്രാറെഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടുന്നു, അതേപോലെ ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുകയാണ്? ആവൃത്തി കുറയുന്നു അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ EM സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ ആവൃത്തി ഏറ്റവും കുറഞ്ഞ തരംഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് റേഡിയോ തരംഗമാണ്. ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഗാമയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടും, പക്ഷെ ആവൃത്തി എന്ത് ചെയ്യും? ആവൃത്തി കുറയും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിബ്ജിയോർ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഈ വിബ്ജിയോറിലും നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടുകയും ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിബ്ജിയോറിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ കളർ ചുവപ്പാണ്, ആവൃത്തി ഏറ്റവും കുറഞ്ഞ കളറും ചുവപ്പ് തന്നെ ആണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ്, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ്? നോക്കിയേ, സ്ഥിരവേഗത അതായത് ഒരു വസ്തുവിന്റെ വേഗത സ്ഥിരമാണ്. സ്ഥിരമായിട്ടുള്ള വേഗതയാണ്, പക്ഷെ വ്യത്യസ്ത പ്രവേഗമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേഗത അല്ലെങ്കിൽ വേഗം എന്ന് പറഞ്ഞാൽ ഒരു അദിശ അളവാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് പരിമാണം മാത്രമേ ഉള്ളൂ, ദിശയില്ല. അതേസമയം പ്രവേഗം എന്ന് പറയുന്ന സാധനം, പ്രവേഗം എന്ന് പറയുന്നത് സദിശമാണ്. പ്രവേഗം എന്ന് പറഞ്ഞാൽ സദിശമാണ്. അതിന് എന്ത് ഉണ്ട്? അതിന് ആ ഒരു പരിമാണം, അളവുമുണ്ട്, അതേപോലെ തന്നെ ദിശയുമുണ്ട്. അളവുമുണ്ട്, ദിശയും ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ സ്ഥിരവേഗത നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഒരു വസ്തുത ഇങ്ങനെ ചലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 20 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിന് സ്ഥിരവേഗതയാണുള്ളത് അല്ലേ, സ്ഥിരവേഗതയാണുള്ളത്. ഇനി മറ്റൊരു വസ്തുത ഇങ്ങനെ സഞ്ചരിക്കാമെന്ന് വിചാരിക്കൂ. ഇങ്ങനെ സഞ്ചരിച്ചു. എപ്പോഴും 20 മീറ്റർ/സെക്കൻഡ് തന്നെയാണ് അതിൻ്റെ വേഗത എന്ന് വിചാരിക്കുക. ഇവിടെ അളവ് മാറിയിട്ടുണ്ടോ? അളവ് മാറിയിട്ടില്ല, 20 മീറ്റർ/സെക്കൻഡ് തന്നെയാണത് പോയത്. അപ്പം നമുക്ക് പറയാം ഇത് സ്ഥിരവേഗതയിലാണിത് സഞ്ചരിച്ചത്, അല്ലെങ്കിൽ സമവേഗത്തിലാണിത് സഞ്ചരിച്ചത് നമുക്ക് പറയാം. പക്ഷേ ഈ വസ്തു ചലിച്ചതിന്റെ ദിശ മാറി അല്ലേ, ദിശ മാറിയല്ലോ, ദിശ മാറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അതിന് സ്ഥിരമായിട്ടുള്ള പ്രവേഗമാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് ഒരേപോലത്തെ സമപ്രവേഗമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു വസ്തു സ്ഥിരമായിട്ടുള്ള പ്രവേഗത്തിൽ അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, പരിമാണം, ആ ഒരു അളവും സെയിം ആകണം, അത് പോകുന്ന ദിശയും സെയിം ആകണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറിയാലും നമുക്ക് പറയാം അത് അസമപ്രവേഗമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവേഗത്തിലാണ് ആ വസ്തു സഞ്ചരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ ഇത് സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, വാല്യൂ മാറുന്നില്ല. കാരണം വേഗത്തിന് വാല്യൂ മാത്രം നോക്കിയാൽ മതി, ദിശ നോക്കണ്ട.
പക്ഷെ ദിശ മാറുന്നത് കൊണ്ട് തന്നെ ഇവിടെ അസമപ്രവേഗമാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവേഗത്തിലാണ് ഈ വസ്തു സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇത് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കോളൂ, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വർത്തുള ചലനം, സമവർത്തുള ചലനം, ഇത് രണ്ടും ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ വർത്തുള ചലനം എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഈ വൃത്താകാര പാതയിൽ സഞ്ചരിക്കുന്നു, അതിനെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് ഇങ്ങനെ പറയുന്നത്, അല്ലെ? വർത്തുള ചലനവും നമ്മൾ പറയുന്നു. ഇവിടെ വേഗതയെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ആദ്യം കുറച്ച് ദൂരം അത് 20 മീറ്റർ പെർ സെക്കൻഡിലും പിന്നെ കുറച്ച് ദൂരം അതൊരു 30 മീറ്റർ പെർ സെക്കൻഡിലും പോയി എന്ന് വിചാരിക്കാം. ഇവിടെ അതിന്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ പരിമാണം ഉറപ്പായിട്ട് മാറുന്നുണ്ടല്ലോ, പരിമാണം മാറുന്നുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ഥിര വേഗതയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് വേഗതയെപ്പറ്റി ഒന്നും പറയുന്നില്ല, വെറുതെ വർത്തുള ചലനമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വട്ടത്തിൽ പോകുന്നെന്ന് മാത്രമേ നമുക്ക് അറിയാവൂ. അപ്പൊ ഇവിടെ അതിന്റെ ആ ഒരു മൂല്യം, വേഗതയുടെ മൂല്യം മാറാതിരിക്കാം, അതിനെപ്പറ്റി പറയുന്നില്ല, വെറുതെ വട്ടത്തിൽ പോകുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വാല്യൂ മാറുകയാണെങ്കിൽ നമുക്കിവിടെ സ്ഥിര വേഗതയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി സമവർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമവർത്തുള ചലനം എല്ലായ്പ്പോഴും ഒരേ സ്പീഡിലാണത് സഞ്ചരിക്കുന്നത്, വട്ടത്തിലാണ് പോകുന്നത്. ഓൾവേസ് 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ തന്നെ സെയിം ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരേപോലത്തെ വാല്യൂവിൽ, ഒരേപോലത്തെ പരിമാണത്തിൽ പോവുകയാണെങ്കിൽ അതാണ് സമവർത്തുള ചലനം. ഓക്കെ, എപ്പോഴും ഒരേ വേഗതയിലായിരിക്കും അത് പോകുന്നത് സമവർത്തുള ചലനത്തിലാണെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഇതിന് സ്ഥിര വേഗതയാണുള്ളതെന്ന് പറയാം, അല്ലെ? ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് പറയാം ഇതിന് സ്ഥിര വേഗതയാണുള്ളതെന്ന് പറയാം. ഓക്കെ, ഇനി വേഗത, അതിന്റെ പരിമാണം സെയിം ആണ്, പക്ഷെ അതിന്റെ ദിശ എന്ന് ആലോചിച്ച് നോക്കൂ. വട്ടത്തിൽ ഒരു വർത്തുള ചലനത്തിൽ ഒരു വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ദിശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതിന്റെ ദിശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ദിശ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വട്ടത്തിൽ പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെക്കൻഡും അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രവേഗം സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പ്രവേഗം മാറുന്നുണ്ട്. ദിശ മാറുന്നത് കൊണ്ട് തന്നെ പ്രവേഗം അവിടെ മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇത് വ്യത്യസ്ത പ്രവേഗമാണ്. ഇത് വ്യത്യസ്ത പ്രവേഗത്തിലാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത് വ്യത്യസ്ത പ്രവേഗത്തിലാണ്. അപ്പോൾ സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ചോദിച്ചാൽ സമവർത്തുള ചലനം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഈ വർത്തുള ചലനം, ഇങ്ങനെ വർത്തുള ചലനം നോർമൽ വർത്തുള ചലനം ആയാലും അവിടെ പ്രവേഗം ഒരിക്കലും സ്ഥിരമാവുന്നില്ല. ഒരു വസ്തു വൃത്താകാര പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് എങ്ങനെ പോയാലും ശരി, സ്ഥിരമായിട്ടുള്ള വേഗതയിൽ പോയാലും ശരി അല്ലെങ്കിലും ശരി, കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ എന്ത് മാറിക്കൊണ്ടിരിക്കുന്നു? ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ പ്രവേഗം മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഇപ്പോൾ ഒരു വസ്തുവിന്റെ പുറത്തുകൂടി മറ്റൊരു വസ്തു സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിന് സഞ്ചരിക്കാൻ എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിന് കാരണമായ ബലം എന്ത് ബലമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ അറിയാമായിരിക്കും. ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലെ? രണ്ട് വസ്തുക്കളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഘർഷണ ബലം എങ്ങനെയായിരിക്കും? ആ വസ്തു ചലിക്കുന്നതിന്റെ വിപരീത ദിശയിലായിരിക്കും എപ്പോഴും ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുക? അനുഭവപ്പെടുക. രണ്ട് വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ പുറത്തൂടെ നിരങ്ങി നീങ്ങുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണം നിരങ്ങൽ ഘർഷണമാണ്. ഇനി ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ പുറത്തുകൂടി ഉരുണ്ടു പോവുകയാണെങ്കിൽ, അത് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണം എന്ന് പറയുന്നത് ഉരുളൽ ഘർഷണമാണ്, റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ഇതിൽ നിരങ്ങൽ ഘർഷണമാണോ അതോ ഉരുളൽ ഘർഷണമാണോ കുറവ്? ഏതാണ് കുറവ്? ഉരുളൽ ഘർഷണമാണ് കുറവ്, അല്ലെ? ഉരുളൽ ഘർഷണമാണ് അവിടെ കുറവെന്ന് പറയുന്നത്. ഉരുളൽ ഘർഷണമാണ് കുറവ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഒരു ലൈറ്റ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏത് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് തരംഗങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്. ജലം അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധീകരണികളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തരംഗങ്ങളെയാണെന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് തരംഗങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അൾട്രാ വയലറ്റ് തരംഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര എന്നാണ് ചോദ്യം. ഒരു പ്രോബ്ലം ആണ്. എങ്ങനെയാണ് ചെയ്യുക? നിങ്ങളൊന്ന് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തു നോക്കണേ. പവർ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? പവർ സമം
പ്രവൃത്തി ബൈ സമയം, വർക്ക് ബൈ ടൈം അല്ലെ, പ്രവൃത്തി ബൈ സമയം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലമാണ് പമ്പ് ചെയ്യാനുള്ളത്. പ്രവൃത്തി കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? പ്രവൃത്തി കാണാൻ നമുക്ക് mgh എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലെ. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം എല്ലാവർക്കും. ബലം ഇൻറ്റു സ്ഥാനാന്തരം ഉപയോഗിക്കാറുണ്ട്, അതേപോലെ mgh നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിവൈഡഡ് ബൈ സമയം. എം എത്രയാണ്? മാസ് എത്രയാണ്? 400 കിലോഗ്രാം അല്ലെ. മാസ് 400 കിലോഗ്രാം ആണ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ 400 ഇൻറ്റു ജിയുടെ മൂല്യം എത്ര? ജിയുടെ മൂല്യം ജി 10 ആയിട്ട് എടുക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിയുടെ കറക്റ്റ് മൂല്യം 9.8 ആണ്. 10 ഇട്ടും നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഇവിടെ 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ 10 തന്നെ കൊടുത്താൽ മതി. 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഹൈറ്റ്? 120 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. 120 ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? സമയം 5 മിനിറ്റ് ആണ്. അവിടെ നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. നമ്മൾ മിനിറ്റിലിട്ട് കണക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്തിലോട്ട് മാറ്റണം? അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? എത്ര സെക്കൻഡ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 300 സെക്കൻഡ് ആണ് വരിക. 300 സെക്കൻഡ്. അപ്പൊ അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. 300 ആണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത്. ഇന്ന് ചെയ്തു നോക്കൂ. എല്ലാവരും ഇത് ചെയ്തു നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര ആൻസർ കിട്ടും? നമുക്ക് 1600 വാട്ട് എന്നായിരിക്കും നമുക്ക് അവിടെ ആൻസർ കിട്ടുക. 1600 വാട്ട് എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ 4 വരും. 14 4 16, ബാക്കി 1600 വാട്ട് എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. പ്രോബ്ലംസ് നമ്മൾ കണ്ടു, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. നമ്മുടെ സൈലം PSCയുടെ തന്നെ ചാനലിൽ ഒരുപാട് മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് LDCക്ക് വേണ്ടി തന്നെ റിവിഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്